ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനമല്ല, പകരം ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ട കഥകൾ പറയാനായി ദൈവം തന്ന അവസരത്തിനായും കൃപയ്ക്കായിട്ടും ദൈവത്തോട് നന്ദി പറയുന്നു. 66 പുസ്തകങ്ങളുള്ള ഈ ബൈബിളിലെ കഥകളെല്ലാം ഒന്നിനൊന്നിന് അനുഗ്രഹിക്കപ്പെട്ടതും യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ കൂടിയാണ്. അവരുടെ പ്രതിസന്ധികളിൽ ദൈവം അവരുടെ കൂടെ നടന്ന് അവരെ വിടുവിക്കുന്നതും വഴി നടത്തുന്നതും ശത്രുക്കളുടെ മുൻപാകെ ഉയർത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കെന്ന് പറയാതെ തുടക്കം മുതൽ തുടങ്ങാമെന്നോർത്തു. ഉൽപ്പത്തി 1-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കഥ. 6 ദിവസങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചതാണ് വിവരിക്കുന്നത്. ആദ്യം തന്നെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഇരുളും വെള്ളവും കൂടി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മുഴുവൻ ഇരുളായതിനാൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. അങ്ങനെ 1-ാം ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസം വെള്ളങ്ങളുടെ മധ്യ വിധാനമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. 3-ാം ദിവസം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് കൽപ്പിച്ചു. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും ബാക്കിയുള്ള ഉണങ്ങിയ സ്ഥലത്തിന് ഭൂമിയെന്നും പേരിട്ടു. പിന്നീട് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും പുല്ലും വിത്തുള്ള സസ്യങ്ങളും എല്ലാം സൃഷ്ടിച്ചു. ആ ദിവസവും കഴിഞ്ഞു. അടുത്ത 4-ാം ദിവസം പകൽ വാഴേണ്ടതിന് വലിയ വെളിച്ചമാകുന്ന സൂര്യനും രാത്രി വാഴേണ്ടതിന് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. 5-ാം ദിവസം പറവജാതികളെയും ജലജന്തുക്കളെയും ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ അവസാന ദിവസമായ 6-ാം നാളിലെത്തി. ഇഴജാതി, കന്നുകാലി, കാട്ടുമൃഗങ്ങൾ ഇവയെല്ലാം ഭൂമിയിൽ വാഴേണ്ടതിന് ദൈവമുണ്ടാക്കി. അവസാനം തന്റെ സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. സകലത്തിനു മീതെ വാഴുവിൻ എന്ന് കൽപ്പിച്ചു. എത്ര മനോഹരമായിട്ട് ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഈ കഥയുടെ ബാക്കി അറിയുവാനായിട്ട് കാത്തിരിക്കുക. ഗോഡ് ബ്ലസ് യു.